രഘുനാഥ് നാരായണ ചേർന്നൊരിക്കു ആലപ്പുഴയിലേക്ക് കടക്കുമ്പോൾ വല്ലാത്ത വൈകാരികമായ രംഗങ്ങളായിരിക്കും ഉണ്ടാവുക. നമുക്കറിയാം, CPM-ന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലം എന്ന് പറയാവുന്ന ആലപ്പുഴയിൽ നിന്ന് ഇങ്ങനെയൊരു വിപ്ലവപുത്രൻ ഉണ്ടാകുന്നു. തുടർന്ന് ഒരു ജനതയെ ആകെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു പൊതുപ്രവർത്തകനായി വളരുന്നു. ഒരുപാട് പേർക്ക് രക്ഷകർത്താവായും മാർഗദർശിയായും VS ഒരു ചൂണ്ടുപലകയാണ്. അതിന് പിന്നാലെ വരാൻ നിരവധി പേരിപ്പോഴുമുണ്ട്, വിവിധ തലമുറകളിലുള്ളവർ. അത് നമുക്ക് ഈ തിരക്കിൽ നിന്നും മനസ്സിലാവുകയും ചെയ്യുന്നു. രഘു, VS-ന്റെ ജന്മനാടായ പുന്നപ്ര വയലാറിൻ്റെ മണ്ണിലേക്കാണ് VS-ന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നിരിക്കുന്നത്. ആലപ്പുഴ അദ്ദേഹത്തിൻ്റെ ജന്മനാടാണ്. സ്വാഭാവികമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യഘട്ടത്തിലെ കർമ്മമണ്ഡലവും കൊല്ലം, ആലപ്പുഴ ചേർന്നുള്ള പ്രദേശമായിരുന്നു. അതുകൊണ്ട് തന്നെ VS-ന് ആ നാടുകളിലൊക്കെ വലിയ വ്യക്തിബന്ധങ്ങളുണ്ടാവും, സ്നേഹബന്ധങ്ങളുണ്ടാവും, കോംറേഡ്ഷിപ്പ് ഉണ്ടാവും. അത്തരത്തിൽ VS-ന്റെ ഹൃദയമായിരുന്ന, VS-ന്റെ രക്തമായിരുന്ന ആളുകൾക്കിടയിലൂടെയാണ് കടന്നു വരുന്നത്. കാരണം പാർട്ടിയിലെ ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ കാലത്തൊക്കെ VS-നോട് എല്ലാ കാലത്തും, അടുത്ത കാലത്ത് പോലും VS-നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഏരിയ കമ്മിറ്റികളുടെ പരിധികളിലൂടെയൊക്കെയാണ്, അരിപ്പാട് പോലെയുള്ള ഏരിയ കമ്മിറ്റികളുടെ പരിധിയിലൂടെയാണ് VS-ന്റെ വിലാപയാത്ര ഇനി കടന്നു വരാൻ പോകുന്നത്. അത്രമേൽ VS-ന്റെ രാഷ്ട്രീയത്തോട്, VS ഉയർത്തിയ മുദ്രാവാക്യങ്ങളോട് ഒന്നിച്ചു നിന്ന, എല്ലാം ത്യജിച്ച് ഒപ്പം നിന്ന മനുഷ്യർക്കിടയിലൂടെയാണ് VS ഇനിയും കടന്നു പോകാൻ. അതുകൊണ്ട് കുറച്ചുകൂടി വൈകാരികമായിരിക്കും, കുറച്ചുകൂടെ തീവ്രമായിരിക്കും മുദ്രാവാക്യം വിളികളെല്ലാം തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ VS കടന്നു വന്ന, VS നടന്നുപോയ വഴികളിലൂടെ അദ്ദേഹം മടങ്ങി വരികയാണ്. എല്ലാ തവണത്തെയും പോലെയല്ല, ഇത്തവണ അദ്ദേഹം അവസാന യാത്രയ്ക്കാണ് കടന്നു വരുന്നതെന്നുള്ളൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. കാരണം ഇനി വരാൻ പോകുന്നത് കർഷക തൊഴിലാളികളുടെ, മത്സ്യത്തൊഴിലാളികളുടെ, ഒപ്പം തന്നെ കയർ തൊഴിലാളികളുടെയൊക്കെ അടിസ്ഥാന വർഗ ജനങ്ങൾ പാർട്ടിയോടൊപ്പം നിൽക്കുന്ന പ്രദേശത്തോടുകൂടിയാണ്. അതുകൊണ്ട് നമ്മൾ ഈ പ്രതീക്ഷിക്കുന്ന 7:30 ഇവിടെ ഈ വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തിപ്പെടാനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. എന്തായാലും ഈ വേലിക്കകം വീട് ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി മൃതദേഹം, വിലാപയാത്ര ഇവിടെ എത്തുമെന്നായിരുന്നു ആളുകളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് മലബാറിൽ നിന്നും ഒക്കെയുള്ള ആളുകൾ ധാരാളമായി ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അവരെല്ലാം VS-നെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. നേരം പുലരുന്നു, പക്ഷേ ആളുകളൊന്നും ആ ഉറക്കച്ചടവോടുകൂടി ആ കസേരയിൽ തന്നെ ഇരിക്കുകയാണ്. കാരണം ഒരു പക്ഷേ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയാൽ തിരികെ അകത്തേക്ക് കയറാൻ കഴിയുമോ ഒക്കെയുള്ള മനുഷ്യരുടെ സ്വാഭാവികമായി തന്നെ ആശങ്കകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആളുകൾ ഇവിടെ തന്നെ ഇരിക്കുകയാണ്. എവിടുന്നാണ് വരുന്നത്? ഞാൻ പെരുമ്പാവൂർ. എപ്പോഴാണ് എത്തിയത്? 1 മണിയോടുകൂടി എത്തി. VS-നെ നേരിട്ട് കാണുകയും അദ്ദേഹത്തിൻ്റെ പ്രശ്നം കഴിഞ്ഞിട്ടുണ്ട്. 2 സന്ദർഭത്തിൽ VS-ആയി നേരിട്ട് കാണാനിടയായിട്ടുണ്ട്. 2 സന്ദർഭത്തിലും അദ്ദേഹത്തോടൊപ്പം ചിത്രമെടുക്കാനുള്ളൊരു അവസരം കിട്ടി. മറ്റൊന്ന് VS-നോടൊപ്പം മറ്റൊരു സന്ദർഭത്തിൽ കാണണമെന്ന് ആഗ്രഹിച്ചത് എൻ്റെ ഡിഗ്രി പഠനകാലത്ത് എൻ്റെ ഓട്ടോഗ്രാഫ് VS-നെ കൊണ്ട് എഴുതിക്കണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. അതിനുവേണ്ടി പെരുമ്പാവൂരിലെ ചെത്തൊഴിലാളി യൂണിയൻ ഓഫീസിൽ സഖാവിന് വേണ്ടി ദീർഘനേരം കാത്തിരുന്നു. കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ പല മനുഷ്യർക്കും, കാരണം 100 വർഷത്തോളം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളായതുകൊണ്ട് തന്നെ എത്രത്തോളം ഈ നാട്ടിലുള്ള ആളുകളുമായി അടുത്ത് ബന്ധമുണ്ടാകുമെന്നുള്ളതിൻ്റെയൊക്കെ തെളിവാണ്. അദ്ദേഹത്തിനൊരു 35 വയസ്സിനൊക്കെ താഴെയുള്ള, VS-ന്റെ ചെറുമകനാവാനൊക്കെയുള്ള പ്രായമുള്ള ആളുകളാണ് അദ്ദേഹം. രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിലോ അദ്ദേഹവുമായി ചേർന്ന് നിൽക്കുന്നത്. ചേട്ടൻ എവിടുന്നാണ് വരുന്നത്? ഞാൻ പാലക്കാട് ജില്ല പട്ടാമ്പിന്ന്. ഞങ്ങളുടെ നാട്ടിൽ നിന്നിട്ടാണ് മലമ്പുഴ. ഒരു പ്രാവശ്യം MLA-യും ഒരു പ്രാവശ്യം മുഖ്യമന്ത്രിയായത്. ഞങ്ങളുടെ നാട്ടിലേക്ക് വരാത്തൊരു ഏറ്റവും വലിയൊരു പ്രയാസം ഞങ്ങൾക്കുള്ളതുകൊണ്ടാണ് ഞങ്ങളിവിടെ വന്നത്. 67 വയസ്സായി എനിക്ക് സുഖമില്ലാത്ത ഒരാളാണ്. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ വരുകയായിരുന്നെങ്കിൽ ഞങ്ങൾ അവിടെ പോയി കാണുമായിരുന്നു. അത് വരാൻ പറ്റാത്തതിൻ്റെ പേരിൽ വളരെ വേദനയോടെയാണ് ഇവിടെ വന്നത്. കണ്ടിട്ടേ പോവും. മനുഷ്യരെല്ലാം ഇങ്ങനെ, കാരണം അദ്ദേഹം പറഞ്ഞൊരു രാഷ്ട്രീയം കൂടിയാണ്. കാരണം മാരാരിക്കുളം തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ച് തോറ്റതിന് ശേഷം VS പിന്നീട് ആലപ്പുഴയിൽ മത്സരിച്ചിട്ടില്ല. പിന്നീട് അദ്ദേഹം നിയമസഭയിലേക്ക് സ്ഥിരമായി മത്സരിച്ചത് മലമ്പുഴയിലാണ്. അങ്ങനെ ഒരു ആലപ്പുഴ ജില്ല അദ്ദേഹത്തിന് പലപ്പോഴും
കൈപ്പേറിയ ജീവിത നോവുകളൊക്കെ നൽകിയിട്ടുണ്ട്. അതൊന്ന് മാരാരിക്കുളം തെരഞ്ഞെടുപ്പാണ്, 2 ആലപ്പുഴ സംസ്ഥാന സമ്മേളനമാണ്. ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ നിന്നാണ് അദ്ദേഹം ഈ പ്രതിനിധികളുടെ ഒരു വിമർശനമൊക്കെ സഹിക്കാൻ വയ്യാതെ ആലപ്പുഴയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതും. അങ്ങനെ ആലപ്പുഴയെ അദ്ദേഹം പലപ്പോഴും തന്റെ എതിർപ്പ് വളരെ പരസ്യമായി VS പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ആ രാഷ്ട്രീയ ചരിത്രങ്ങളിലൂടെ കടന്നു വന്നതാണ്. പുന്നപ്രയും വയലാറും ഗർജിച്ച നാളുകളിൽ വിപ്ലവത്തിന്റെ നെടുനായകത്വമേറ്റ നിഷേധാർത്ഥമുള്ള കമ്മ്യൂണിസ്റ്റുകാരനെയാണ് കേരളം തോളിലേറ്റിയത്. അതിപ്പോഴും അങ്ങനെ തന്നെ മനുഷ്യ സ്നേഹികളുടെ തോളിൽ ഏറി തന്നെ VS മുന്നോട്ട് പോകുന്നു.